അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുആവിയ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലാഹു ആർക്കെങ്കിലും നല്ലത് വരുത്തണം എന്ന് ആഗ്രഹിച്ചാൽ അവൻ അയാളെ മതം മനസ്സിലാക്കുന്നതിന് സഹായിക്കും, അല്ലെങ്കിൽ മതം മനസ്സിലാക്കിപ്പിക്കും. അതായത് ഇസ്ലാം, അതായത് ഖുർആനും സുന്നത്തും പ്രവാചകൻ്റെ നിയമപരമായ വഴികൾ, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് അള്ളാഹു ആരെങ്കിലെയും നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ മതത്തിനോട് അടുക്കും. ഒന്ന് ഓതാൻ പോയി കളയാം എന്ന് തോന്നും, അല്ലെങ്കിൽ കുറച്ച് സൂറത്ത് കാണാതെ പഠിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം, അതിലേതെങ്കിലും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ നോക്കാം, അതുപോലെ ആളുകളെ പഠിപ്പിക്കുക, ദഅവ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യിപ്പിക്കും അള്ളാഹു നമ്മളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു, അയാൾ നന്നാവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ആരെങ്കിലൊക്കെ ദഅവ ചെയ്തും കാര്യങ്ങൾ ചെയ്തും നടക്കുന്നവരെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പറഞ്ഞാൽ മതി. അള്ളാഹു ആകുന്നു തരുന്നവൻ, ഞാൻ അൽ ഖാസിം ആകുന്നു, അതായത് വിതരണം ചെയ്യുന്നവൻ. ഈ മുസ്ലിം സമുദായം എന്നും വിജയിച്ചു കൊണ്ടിരിക്കും അവരുടെ എതിരാളികൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ഉത്തരവ് വരുന്നതുവരെ. എന്നാലും അവർ വിജയികളായിരിക്കും. ഇത് നമ്മൾ 71-ാമത്തെ ഹദീസിൽ ആദ്യത്തിൽ കണ്ടതാണ്. അന്നഹു സമിഅ മുആവിയത യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീനി വല്ലാഹുൽ മുഅതി വഅനൽ ഖാസിം വലാ തസാലു ഹാദിഹിൽ ഉമ്മത്തു ലാഹിരീന അലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹി വഹും ലാഹിറൂൻ. കുനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ വിളിക്കുന്ന രീതിയാകുന്നു. അതായത് ഇന്ന ആളുടെ പിതാവേ, അതല്ലെങ്കിൽ ഇന്നാലിന്ന ആളുടെ മാതാവേ. അത് അറബികളുടെ ഇടയിലുള്ളൊരു രീതി ആയിരുന്നു. ഇപ്പോൾ ഈ അബുൽ ഖാസിം, അബുൽ ഹസൻ എന്നൊക്കെ പറയുന്നത് പോലെ ഉമ്മുൽ ഖാസിം, ഉമ്മുൽ ഹസൻ എന്നൊക്കെ പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല, ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും തടഞ്ഞു വയ്ക്കുന്നും ഇല്ല, ഞാൻ വെറും വിതരണക്കാരൻ മാത്രമാകുന്നു, അതായത് ഖാസിം. ഞാൻ കൊടുക്കുന്നു, അല്ലാഹു അസ്സ വജൽ എനിക്ക് എങ്ങനെയാണോ ഉത്തരവ് ഇട്ടിരിക്കുന്നത് അതിനനുസരിച്ച്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما أعطيكم ولا أمنعكم إنما أنا قاسم أضع حيث أمرت. ഖൗലൽ അൻസാരിയ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, കുറച്ച് ആളുകൾ അള്ളാഹുവിൻ്റെ സമ്പത്ത്, അതായത് മുസ്ലിങ്ങളുടെ സമ്പത്ത്, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ട്രഷറിയിലുള്ള പൈസ, അല്ലെങ്കിൽ ഖജനാവിലുള്ള പൈസ, അത് ചില ആളുകൾ അനീതിപരമായി ചെലവാക്കി, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാതെ എന്തൊക്കെയോ ചെലവാക്കി. അങ്ങനെയുള്ള ആളുകളെ നരകത്തിൽ ഇടുന്നതായിരിക്കും ഖിയാമത്ത് നാളിൽ. അൻ ഖൗലത്തുൽ അൻസാരിയ്യത്തി റളിയല്ലാഹു അൻഹാ ഖാലത്ത് സമയത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന റിജാലൻ യതഖവ്വദൂന ഫീ മാലില്ലാഹി ബിഗൈരി ഹഖ്ഖിൻ ഫലഹുമുൻ നാറു യൗമൽ ഖിയാമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ് അല്ലെങ്കിൽ വചനം, മുസ്ലിങ്ങൾക്ക് യുദ്ധമുതലുകൾ നിയമപരമായി അനുവദിച്ച് തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സമുദായങ്ങൾക്ക് യുദ്ധമുതലുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതായത് ഇസ്മായിൽ നബി വരെയോ അല്ലെങ്കിൽ ഈസാ നബി വരെയോ അല്ലെങ്കിൽ മൂസാ നബിയുടെ കാലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ശത്രു രാജ്യത്തിനെ ആക്രമിക്കുന്നു, എന്നിട്ട് അവർക്ക് കുറേ സമ്പത്ത് കിട്ടുന്നു, ആ സമ്പത്തെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. അല്ലാതെ വീതം വെച്ച് ആക്കി ഇത് നീ എടുത്തോ ഇത് ഞാനെടുത്തോ അങ്ങനെയുള്ള പരിപാടികൾ. ഈ യുദ്ധമുതലുകൾ ഹലാലാക്കിയത് നമുക്ക് വേണ്ടി മാത്രമാണ്. ഖൗലുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹില്ലത് ലക്കുമുൽ ഗനായിം, ഹലാൽ ആക്കിയിരിക്കുന്നു. അല്ലാഹു അസ്സ വജലിൻ്റെ വചനം, അല്ലാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒരുപാട് യുദ്ധ മുതലുകൾ, നിങ്ങൾ എന്തൊക്കെയാണോ പിടിച്ചെടുക്കുന്നത് അവയിൽ നിന്ന്. 48-ാമത്തെ സൂറത്ത് 20-ാമത്തെ ആയത്ത്. അതുകൊണ്ട് യുദ്ധമുതൽ എന്നുള്ളത് എല്ലാ മുസ്ലിം പട്ടാളക്കാർക്കും ഉള്ളതാകുന്നു, ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും. അങ്ങനെ അത് തുടർന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദമായി വിശദീകരിച്ചു, ആർക്കൊക്കെ അതിൽ അവകാശമുണ്ട്, ആർക്കൊക്കെ അതിൽ അവകാശം ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉണ്ട്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ബുഖാരിയുടെ വിശദീകരണമാണ്. ബുഖാരിയിൽ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഹദീസുകളൊക്കെ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യകാരണ സഹിതം ഏത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട സംഭവം എവിടെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കിടന്നുകൊണ്ടിരുന്നപ്പോൾ ആണിത് പറഞ്ഞത്, ഇത്ര പേര് കേട്ടു, അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ച് വളരെ വിശദീകരിച്ചിട്ടുള്ളൊരു കിതാബാണ് ഫത്ഹുൽ ബാരി. അത് പണ്ഡിതന്മാരുടെ ഇടയിൽ
ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള വളരെ വലിയ ഒരു കിതാബും ആണ്. ബുഖാരി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫത്ഹുൽ ബാരിയിലേക്ക് പോവുക. وقال الله عز وجل وعدكم الله مغانم كثيرة تأخذونها الآية الفتح 20 فهي للعامة حتى يبينه الرسول صلى الله عليه وسلم. ഉർവ അൽ ബാരിഖി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നന്മ എന്നെന്നും സ്ഥായിയായ ഒരു ഗുണമായി നിലനിൽക്കും. കുതിരകളുടെ കഴുത്തിലെ രോമത്തിനെ പോലെ, അല്ലെങ്കിൽ ആ രോമത്തിൽ, അതായത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കഴുത്തിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടാവുമല്ലോ, തലയുടെ മുതൽ കഴുത്ത് മുഴുവൻ താഴെ വരെ. അപ്പോൾ ആ രോമങ്ങൾ, അതിനകത്താണ് നന്മ നിലനിൽക്കുക എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് സമ്മാനങ്ങൾ വരുന്നത്. അതായത് പരലോകവും ഈ ഇഹലോകത്തിലുള്ള യുദ്ധമുതലുകളും ഖിയാമത്ത് നാൾ വരെയുള്ള നന്മകളും എല്ലാം വരുന്നത് അതിനകത്തു നിന്നാണ്. ഇതേ വാല്യത്തിൽ, അതായത് 4-ാമത്തെ വാല്യത്തിൽ 2849, 50, 51, 52 ഹദീസുകളിൽ കണ്ടതാകുന്നു. ഉർവത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഖൈലു മഅഖൂദുൻ ഫീ നവാസിഹ അൽ ഖൈർ അൽ അജ്റു വൽ മഗ്നമു ഇലാ യൗമിൽ ഖിയാമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഖസ്റഉ, അതായത് കിസ്റ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവനുശേഷം ഇനിയൊരു കിസ്റ ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതായത് രാജാക്കന്മാരുടെ സ്ഥാനമായിരിക്കും അത്. ഇപ്പോൾ നമ്മൾ ചേര രാജവംശം, ചോള രാജവംശം, മുഗൾ രാജവംശം എന്നൊക്കെ പറയുന്ന പോലെ ഈ കിസ്റ കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു ഭരണാധികാരി ഇല്ല, ആ രാജ്യം തന്നെ ഇല്ലാതെയായി പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ സീസർ നശിപ്പിക്കപ്പെട്ടു, അതിനുശേഷം ഇനിയൊരു സീസർ ഉണ്ടാവുന്നതല്ല. അതായത് കൈസർ എന്ന അറബിയിൽ പറയുന്ന ഭരണാധികാരി, ഇനി ആ സാമ്രാജ്യവും ഇല്ല. അപ്പോൾ 2 സാമ്രാജ്യങ്ങൾ ഇല്ലാതെയാവുകയാണ്. ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവിരിക്കുന്നത് അവനാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. നിങ്ങൾ അവരിൽ നിന്നും പിടിച്ചെടുക്കുന്ന നിധികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും. അതായത് നമ്മൾ ജയിക്കുമെന്നും അവിടുന്ന് സ്വർണവും വെള്ളിയും കട്ടിക്കണക്കിന് കിട്ടുമെന്നും അത് നമ്മൾ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും എന്നാണ് ഈ പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫമാരുടെ സമയത്തൊക്കെ നടന്നതാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദഹു വഇദാ ഹലക ഖൈസറു ഫലാ ഖൈസറ ബഅദഹു വല്ലദീ നഫ്സി ബിയദി ലിതുൻഫിഖുന്ന കുനൂസഹുമാ ഫീ സബീലില്ലാഹ്. ജാബിർ ഇബ്നു സമൂറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഖുസ്റ നശിപ്പിക്കപ്പെടുമ്പോൾ അതിനുശേഷം ഒരു ഖുസ്റ ഉണ്ടാവുകയില്ല, അതായത് കിസ്റയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീസർ നശിപ്പിക്കപ്പെടുമ്പോൾ അതിനുശേഷം ഒരു സീസർ ഉണ്ടാവുകയില്ല, അതായത് കൈസർ. ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവിരിക്കുന്നത് അവനാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. നിങ്ങൾ ആ നിധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും. അൻ ജാബിർ ഇബ്നു സമൂറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദഹു വഇദാ ഹലക ഖൈസറു ഫലാ ഖൈസറ ബഅദഹു വല്ലദീ നഫ്സി ബിയദിഹി ലിതുൻഫിഖുന്ന കുനൂസഹുമാ ഫീ സബീലില്ലാഹ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് യുദ്ധമുതലുകൾ നിയമപരമായി അനുവദിച്ചു തന്നിരിക്കുന്നു, അതായത് ഹലാലാക്കിയിരിക്കുന്നു. അതായത് ഇതിനു മുമ്പ് ആർക്കും യുദ്ധമുതലുകൾ ഹലാലായിരുന്നില്ല. ഹദ്ദസന ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹില്ലത്ത് ലിൽ ഗനായിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അള്ളാഹു വാഗ്ദാനം തന്നിരിക്കുന്നു, അവൻ്റെ മാർഗത്തിൽ ആരൊക്കെ കഷ്ടപ്പെടുന്നുവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുവോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാകുന്നു. അങ്ങനെ ചിന്തയാണ്. അങ്ങനെ അധികമുള്ള ആളുകൾക്ക് അവൻ്റെ മാർഗത്തിൽ ആണ് ഇതെല്ലാം ചിന്തിക്കുന്നത്, അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ വാക്കിൽ, അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അവൻ രക്തസാക്ഷിയായാൽ. രക്തസാക്ഷി ആയില്ലെങ്കിൽ അവൻ അവൻ്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരും, അതായത് വീട്ടിലേക്ക് പോവാം. എവിടെ നിന്നാണോ അവൻ വന്നത് അവിടേക്ക്. കൂടെ അവൻ യുദ്ധമുതലുകളും നേടിയിട്ടുണ്ടാവും. അതും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. അതായത് മരിച്ച സ്വർഗം കിട്ടും, മരിച്ചില്ലെങ്കിൽ യുദ്ധമുതലുകൾ കിട്ടും. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തകഫലല്ലാഹു ലിമൻ ജാഹദ ഫീ സബീലിഹി ലാ നുഖ്രിജുഹു ഇല്ലൽ ജിഹാദു ഫീ സബീലിഹി വതസ്ദീഖു കലിമതിഹി.
بأن يدخله الجنة أو يرجعه إلى مسكنه الذي خرج منه مع ما نال من أجر أو غنيمة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പ്രവാചകന്മാരിൽ നിന്നും ഒരു പ്രവാചകൻ വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ പട്ടാള മുന്നേറ്റം നടത്തി. കഥ പറയുന്ന പോലെ പണ്ടേതോ ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോട് അല്ലെങ്കിൽ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചു പക്ഷേ ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് കല്യാണം അല്ലെങ്കിൽ വിവാഹം പൂർണ്ണമായിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരരുത്. ഇനി ആരെങ്കിലും പുതിയ വീട് വച്ചിട്ടുണ്ട്, അതിൻ്റെ മേൽക്കൂരയുടെ പണി തീർന്നിട്ടില്ല, അത് ഇച്ചിരി ബാക്കിയുണ്ട് പണിയുടെ, അങ്ങനെയാണെങ്കിൽ അയാൾ എൻ്റെ കൂടെ വരേണ്ട കാര്യമില്ല. ഇനി ആർക്കെങ്കിലും ആടോ പെണ്ണൊട്ടകമോ ഉണ്ട്, അതിന് പ്രസവിക്കാറായതാണ് എങ്കിൽ, കുഞ്ഞ് ഉണ്ടാവാറായ ആടോ പെണ്ണൊട്ടകമോ ഉള്ള ആളുകൾ എൻ്റെ കൂടെ വരേണ്ടതില്ല. അങ്ങനെ കണ്ടവരെയൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ളവരുമായി ആ പ്രവാചകൻ പട്ടാള മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ യുദ്ധത്തിന് യാത്ര ചെയ്തു. അങ്ങനെ അവർ ആ പട്ടണത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അസ്ർ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു, അതല്ലെങ്കിൽ ആ സമയം അടുക്കാറായിരുന്നു. അദ്ദേഹം സൂര്യനോട് പറഞ്ഞു, അല്ലയോ സൂര്യനെ, നീ അള്ളാഹുവിൻ്റെ ഉത്തരവുകൾ സ്വീകരിക്കുന്നു, അള്ളാഹുവെ ആ സൂര്യനെ നീ നിർത്തൂ, അതായത് അസ്തമിക്കുന്നതിൽ നിന്ന് നിർത്തൂ എന്ന് പറഞ്ഞു. ആ പ്രവാചകൻ ജയിക്കുന്നതുവരെ ആ സൂര്യൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ അവർ യുദ്ധം മുതൽ കൂട്ടിയിട്ടു. ഒരു തീ അതിനെ കത്തിക്കാൻ വേണ്ടി വന്നു, പക്ഷെ അത് കത്തുന്നില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ ആരോ ഒരാൾ യുദ്ധം മുതലിൽ നിന്നും എന്തൊക്കെയോ കട്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കൂട്ടത്തിൻ്റെയും നേതാവ് അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെയും നേതാവ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കൈ തന്ന് സത്യം ചെയ്യണം. അപ്പോൾ ഒരാളുടെ കൈ പ്രവാചകൻ്റെ കയ്യിൽ, ഒരാളുടെ കൈ അപ്പോൾ ആ പ്രവാചകൻ്റെ കയ്യിൽ പെട്ടുപോയി, എന്ന് ചോട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിനോട് ആ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളാണ് കട്ടിരിക്കുന്നത്, അതുകൊണ്ട് നിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും എനിക്ക് വന്ന് കൈ തന്ന് സത്യം ചെയ്യണം, ബൈഅത്ത് ചെയ്യണം. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് 2-3 പേരുടെ കൈ പ്രവാചകൻ്റെ കയ്യിൽ പെട്ടു അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കളവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെ ഒരു സ്വർണം കൊണ്ടുള്ളൊരു തല കൊണ്ടുവന്നു. അത് ഒരു പശുവിൻ്റെ തല പോലെയായിരുന്നു. അതവിടെ അവർ കൊണ്ടുവന്ന് വെച്ചു. അതെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ തീ വന്നു, ആ യുദ്ധമുതലുകളെ കത്തിച്ചു കളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അപ്പോൾ അള്ളാഹു നമ്മളുടെ കഴിവുകേടുകൾ അല്ലെങ്കിൽ കഴിവില്ലായ്മ കണ്ടു. നമ്മളുടെ കഴിവില്ലായ്മകൾ, വൈകല്യങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ യുദ്ധം മുതൽ നമുക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ്, യുദ്ധമുതലുകൾ കൂട്ടിയിടുമ്പോൾ ഒരു തീ വരും, അത് അള്ളാഹു അയക്കുന്ന തീയാണ്. അപ്പോൾ ഒരു ഇടിമിന്നൽ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തീ വരുന്നു, അതും കത്തിപ്പോകുന്നു. അത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസൻ നബിയ്യ മിനൽ അംബിയാഇ ഫഖാല ലിഖൗമിഹി ലാ തബ്തഗ്നി റജുലുൻ മലക യുദ്അ ഇംറഅത്തിൻ വഹുവ യുരീദു അൻ യബ്നിയ ബിഹാ വലമ്മ ബൈന ബിഹാ വലാ അഹദുൻ ബനി ബുയൂതൻ വലം ഇർഫഅ സുഖൂഫഹാ വലാ ആഖറ ഇസ്തറ ഗനമൻ ഔ ഖലിഫാത്തിൻ വഹുവ യന്തളിറു വിലാദഹാ ഫഗസാ ഫദനാ من القرية صلاة العصر أو قريبا من ذلك فقال للشمس إنك مأمورة وأنا مأمور اللهم احبسها علينا فحبست حتى فتح الله عليهم فجمع الغنائم فجاءت يعني النار لتأكلها فلم تطعمها فقال إن فيكم غلولا فليبايعني من كل قبيلة رجلا فلزقت يد رجل بيده فقال فيكم الغلول فلتبايعني فبيلتك فلزقت يد رجلين أو 3 بيده فقال فيكم الغلول فجاءوا برأس مثل رأس بقرة من الذهب فوضعوها فجاءت النار فأكلتها ثم حل الله لنا الغنائم رأى ضعفها وعجزنا فأحلها لنا. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, റസൂലിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും യുദ്ധം മുതലുകൾ ഹറാമായിരുന്നു. അവരെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഒരു തീ അയച്ച് കത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ പൂർണ്ണമായിട്ട് കിട്ടാത്തതുകൊണ്ട് കുറച്ച് പേർ ഇച്ചിരി സാധനം അടിച്ചു മാറ്റി. ഇച്ചിരിയൊന്നുമല്ല, ഒരു കാളയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ തല സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയത്, വലിയൊരു സാധനം, 19 അല്ലെങ്കിൽ 100 കിലോ വരുമായിരിക്കും. അങ്ങനെയുള്ളൊരു സാധനമാണ് അടിച്ചു മാറ്റിയത്. അതുകൊണ്ട് ആ തീ അതിനെ കത്തിച്ചില്ല, എല്ലാം കൂടെ കൂട്ടിയിട്ടപ്പോൾ കത്തിച്ചു. അതായത് റസൂലിന് മുമ്പ് യുദ്ധമുതലുകൾ ഹലാലല്ലായിരുന്നു, ഹറാമായിരുന്നു. റസൂലിന് ശേഷം യുദ്ധമുതലുകൾ ഹലാലായി. യുദ്ധമുതലുകൾ യുദ്ധത്തിന് സാക്ഷിയാകുന്നവർക്കുള്ളതാകുന്നു. അൽ ഗനീമ
ഗനീമത്തി ലിമൻ ഷഹിദൽ വഖഅത. അസ്ലം വിശദീകരിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, പിന്നീട് വരുന്ന മുസ്ലിങ്ങൾക്ക്, നമ്മൾ പോലെയുള്ള ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ സകല ഭൂമിയും അല്ലെങ്കിൽ യുദ്ധമുതലുകൾ മുഴുവനും ഞാൻ കീഴടക്കുന്ന ഓരോ പട്ടണത്തിൻ്റെയും വീതം ആ കൂട്ടത്തിലുള്ള പട്ടാളക്കാർക്ക് മുഴുവനായി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾ ഷാമിലേക്ക് ചെന്നു, ഇപ്പോൾ സിറിയ, അങ്ങനെയുള്ള അസർബൈജാൻ, ബൈത്തുൽ മുഖദ്ദസ്, ജെറുസലേം, ജോർദാൻ, അമ്മാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് അന്ന് കാലത്ത് യുദ്ധത്തിന് പോയിരുന്നതെങ്കിൽ അവർ 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 10000 പട്ടാളക്കാർ കാണും. ആ പറയുന്ന രാജ്യങ്ങൾ മുഴുവൻ ഈ 1000 അല്ലെങ്കിൽ 10000 ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കണം. അതായത് ആളുകൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു. അല്ലെങ്കിൽ 1000 കൊയ്യുന്ന പറമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറകൾക്ക് ഉണ്ടായിരുന്നു. ജന്മിമാരുടെ കീഴിൽ മുഴുവൻ 1000 വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. അതുപോലെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ആയി പോകും എന്ന് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, അതായത് ഖൈബറിലെ ഭൂമി വീതം വെച്ച് കൊടുത്തതുപോലെ പട്ടാളക്കാർക്ക് മുഴുവനായിട്ടും കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘവീക്ഷണമാണ്. ലോകാവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്വത്തുണ്ടാവില്ല മുസ്ലിങ്ങൾക്ക്. കുറച്ച് പേരുടെ കയ്യിൽ മാത്രം, ഒരു പട്ടാളക്കാരനായിരുന്നു എന്നതുകൊണ്ട് മാത്രം ആ ആൾക്ക് 10 ഗ്രാമങ്ങളോ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയൊക്കെ കിട്ടുമായിരുന്നു അന്നത്തെ കാലത്ത്. അൻ സെയ്ദ് ബിൻ അസ്ലമ നബിഹി ഖാല ഉമർ റളിയല്ലാഹു അൻഹു ലൗലാ ആഖിറുൽ മുസ്ലിമീന മാ ഫതഹ്തു ഖറിയതൻ ഇല്ലാ ഖസംതുഹാ ബൈന അഹ്ലിഹാ ബിമാ ഖസമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ. പക്ഷേ റസൂലിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കാര്യമായ യുദ്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഒരുപാട് പുറത്തേക്ക് ഇസ്ലാം വ്യാപിക്കുകയും യുദ്ധങ്ങൾ ഉണ്ടാവുകയും പല രാജ്യങ്ങളെയും ഇസ്ലാമികവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്തത്. അതല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ജീവിച്ചു, ജിസിയ കൊടുത്തു. അപ്പോൾ ആ നാടും നാട്ടുകാരും അടിമകളും എല്ലാം ഈ പട്ടാളക്കാരെ അണ്ടറിലായി. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പട്ടാളക്കാർ ഭയങ്കര കണക്കില്ലാത്ത സമ്പത്ത് ഉള്ളവരായിരുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.